ചങ്കള ഈ ഒരു വീഡിയോ പൊന്നാനി നഗരസഭാ അധികാരികളുടെ അറിവിലേക്കും എസ്പെഷ്യലി പൊന്നാനി MLA KP നൌഷാദ് അലി സാറിന്റെ അറിവിലേക്കും കൂടി ചെയ്യുന്ന വീഡിയോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരേ ഞാൻ എൻ്റെ ഫാമിലിയൊക്കെ കൂട്ടിയിട്ട് പൊന്നാനി കർമ്മ റോഡ് ഹാർബർ ലൈറ്റ് ഹൗസ് ഒക്കെ ഒന്ന് കാണാൻ മൂഡൊക്കെ ഒന്ന് റീഫ്രഷ് ആക്കാന്ന് വിചാരിച്ചിട്ട് പോയത്. സത്യം പറഞ്ഞാൽ അവിടെ പോയപ്പോൾ ഉള്ള മൂഡ് കൂടി പോയി എന്നുള്ളതാണ് വാസ്തവം. ഞങ്ങളെ റൂട്ട് തിരൂർ ഭാഗത്തു നിന്നാണ്. ചമരോട്ടം പാലം കഴിഞ്ഞ് നരിപ്പറമ്പും കഴിഞ്ഞ് കർമ്മ റോട്ടിലോട്ട് അങ്ങോട്ട് തിരിഞ്ഞാൽ അടിപൊളി കാഴ്ചകളാണ്. സൂപ്പർ വ്യൂ ആണ്, നല്ല ക്ലീനുമാണ്. ഏകദേശം കർമ്മ റോഡ് ടു പൊന്നാനി ഹാർബറിലേക്ക് ബന്ധിപ്പിക്കുന്ന പുതിയ പാലം വന്നിട്ടുണ്ട്. അതിന്റെ മുമ്പ് കുറച്ച് ബോട്ടുകളൊക്കെ നിർത്തിയിട്ട ഈ സ്ഥലത്തിന്റെ ആ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് തുടങ്ങരുത്. കണ്ടില്ലെങ്കിൽ കച്ചറ ഇവിടെയൊക്കെ നിർത്തിയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ മൂക്ക് പൊത്തിപ്പോകും. കാരണം ഫുഡിന്റെ വേസ്റ്റുകളൊക്കെ കവറിൽ പൊതിഞ്ഞിട്ട് കൊടുത്ത് ഡംപ് ചെയ്തിട്ടാണ് തള്ളി. ഞങ്ങൾ ഇതൊന്നും നോക്കൂ. നിങ്ങൾ മെയിൻ റോഡിന്റെ നടന്നു പോകുന്ന വാഹനങ്ങൾ പോകുന്ന റോഡിന്റെ വക്കിലാണ് ഈ ചെയ്തു വെച്ചേക്കുന്നത്. എന്തൊരു അസഹനീയമാണെന്നറിയോ. നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള ഒരുപാട് ബോർഡുകൾ ആ വഴിവക്കിൽ ഇങ്ങനെ കാണാം. ഇടവിട്ടുണ്ട് ഈ ബോർഡുകൾ. ഈ ബോർഡുകൾ ഉണ്ടായിട്ട് കാര്യമില്ല. ഇത് ഭയങ്കര മോശമാട്ടോ. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ചമ്മല്. കാര്യം നമ്മളെ നാട്, നമ്മുടെ മലയാളികൾ എന്നുള്ള നിലയിലേ നമ്മളെ അഭിമാനത്തോടെ മലയാളികളെ പറ്റിയിട്ട് ഇങ്ങനെ മറ്റു സംസ്ഥാനക്കാരും മലയാളികൾ തന്നെ നമ്മളിങ്ങനെ പറയാറുണ്ട്. ഈ കച്ചറ ആ ഭാഗത്തേക്കാണ്, പൊന്നാനി ഭാഗത്തേക്കാണ് ഈ കച്ചറ കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കർമ്മ റോട്ടിൽ നമ്മുടെ നരിപ്പറമ്പ് ഭാഗത്തേക്ക്, തവനൂർ ഭാഗത്തേക്ക് അധികം കച്ചറകളൊന്നും കാണില്ല. അതേപോലെ വേസ്റ്റ് ഡംപിംഗ് ഒന്നും അവിടെ കാണുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ലൈറ്റ് ഹൗസ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു പോയതാണ്. ലൈറ്റ് ഹൗസ് സത്യം പറഞ്ഞാൽ ക്ലോസ് ആയിട്ട് മാസങ്ങളായി. അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല. അറ്റകുറ്റപ്പണികൾ നടക്കണമെന്ന് എഴുതി വെച്ചിട്ട് ഏകദേശം ഒരു 4 മാസം മുന്നേ ഞാൻ ചെന്നപ്പോഴും അതേ ബോർഡ് ഇപ്പോഴും അവിടെ തന്നെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ലൈറ്റ് ഹൗസിന്റെ ചുറ്റുവട്ടം പരിസര പ്രദേശമാണ്. അവിടുത്തെ ഒരു കോലം നോക്കി നിങ്ങൾ. അതിനേക്കാളും അലമ്പായി കിടക്കണം. കച്ചറ എന്ന് പറഞ്ഞ പെരും കച്ചറ. വേസ്റ്റുകളാണ്. വേസ്റ്റുകൾ കവറിൽ പൊതിഞ്ഞിട്ട് ഫുഡിന്റെ വേസ്റ്റുകളൊക്കെയാണ് കൂടുതലും അവിടെ കൊടുത്തിട്ട് ഡംപ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിയമം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇതും കണ്ണ് വെട്ടിച്ചിട്ടായിരിക്കും ഒരു വിധം ഇത് ചെയ്യുന്നത്. നമ്മുടെ ശൈലിയിൽ, നമ്മുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു അയവത്തരം. എത്രയോ കുട്ടികളും ഫാമിലികളും ആളുകളൊക്കെയാണ് അതിന്റെ തൊട്ടപ്പുറപ്പുറമൊക്കെ ഓടി കളിക്കുന്നതൊക്കെ. സത്യം പറഞ്ഞാൽ നിങ്ങളെ കാണിക്കേണ്ടതായ കുറച്ച് കാഴ്ചകൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത്രയും വൃത്തികേടായതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനം മടുക്കും. അങ്ങനത്തെ കാഴ്ചകൾ അവിടെ ഉണ്ട്, കാണിക്കാൻ പറ്റില്ല. ഞാൻ നമ്മുടെ മലയാളികളെ മൊത്തത്തിൽ അങ്ങോട്ട് ആക്ഷേപിക്കുകയല്ല കേട്ടോ. മലയാളികൾ വൃത്തിയുടെ കാര്യത്തിൽ മറ്റുള്ള സംസ്ഥാനക്കാരെ അപേക്ഷിച്ചൊക്കെ വളരെ മുന്നിലാണെന്നുള്ള കാര്യം വാസ്തവമാണ്. ഇതുപോലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇതും കൂടി നമുക്ക് തടഞ്ഞേ മതിയാവും. അപ്പോൾ മുത്തുമണികളെ, ഈ വീഡിയോ പൊന്നാനി, നരിപ്പറമ്പ്, കർമ്മ റോഡ്, ചമ്രവട്ടം ആ ഭാഗങ്ങളിലുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തിട്ട് അധികാരികളിൽ എത്തുന്നത് വരെ ഷെയർ ചെയ്യുക. നമുക്ക് ഇതിനൊരു ക്വിക്ക് നടപടി വേണം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പോടാ. ബൈ.